ഇന്ന് ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മൾ മലയാളികൾ എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന പൂരി എന്ന് പറയുന്ന ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. പൂരി അൺഹെൽത്തി എന്നറിയാം, എങ്കിലും ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും വളരെ കളർഫുള്ളുമായ ഒരു സ്പെഷ്യൽ പൂരിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാധനം എന്ന് പറയുന്നത് പാലക്കിൻ്റെ ഇലയും അതുപോലെ തന്നെ ബീട്രൂട്ടും. അത് രണ്ടും നല്ല പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഈ ആട്ടയ്ക്കകത്ത് അല്ലെങ്കിൽ ഗോതമ്പ് പൊടിക്കകത്ത് കുഴച്ചെടുക്കാൻ. ഇതിന് നമുക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി, സാധാരണ ആട്ട നമ്മൾ പൂരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് പാലക്കിൻ്റെ ഇല, അത് ഞാൻ അരച്ച് പേസ്റ്റ് ആക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, പാലക്കിൻ്റെ ഇല. അതുപോലെ തന്നെ ബീട്രൂട്ടും ഞാൻ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഹൈലൈറ്റ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് മഞ്ഞൾപ്പൊടി. ഇനി ഞാൻ ഈ ആട്ടയെല്ലാം ഒന്ന് കുഴച്ച് ഒന്ന് റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് 4 ബോളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ പാലക്കിട്ട് ഒരു ബോൾ എടുത്ത് വെച്ചു, പിന്നെ ഞാൻ ബീട്രൂട്ട് ഇട്ട് ഒരു ബോൾ എടുത്ത് വെച്ചു, ഒന്ന് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് വെച്ചു, പിന്നെ ഒന്ന് പ്ലെയിൻ ആയിട്ട് എടുത്ത് വെച്ചു. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് 4ആയിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇത് ഓരോന്നും ഒന്നൊന്നായി മേളിലിട്ട് റോൾ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇത് നമ്മൾ ആദ്യം ഒരു ലെയർ വെച്ചു പ്ലെയിൻ ആയിട്ടുള്ള, പിന്നെ നമ്മളിത് ബീട്രൂട്ടുള്ളത് വെച്ചെടുത്തത് അതിന് മേളിൽ വെച്ചു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചത് മേളിലെടുത്ത് വെച്ചു, പിന്നെ പാലക്കിട്ടത് മേളിലെടുത്ത് വെച്ചു. ഇനി ഇത് നമുക്കൊന്ന് റോൾ ചെയ്യണം. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ റോൾ ചെയ്തത് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ട, ഇതുപോലെ ഇരിക്കും. കണ്ടോ, ഇപ്പം ഇതിങ്ങനെ ഇരിക്കും. കണ്ടോ, ഇനി നമുക്കിത് പരത്തി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല മഴവില്ല് പോലെ ഇരിക്കുന്ന, എത്ര ഭംഗി ഇത് കാണാൻ നോക്കി. ഇത് കഴിച്ചില്ലെങ്കിൽ പോലും ഇത് കാണാൻ എന്തൊരു ഭംഗിയെന്ന് നോക്കി. വളരെ ഹെൽത്തിയായ ഒരു ഡിഷാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇനി ഞാനിത് ഉണ്ടാക്കി എടുത്തിട്ട് വരാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിനി ഓരോന്നിട്ട് കൊടുത്ത് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. കണ്ടോ, എത്ര ഭംഗിയാന്ന് നോക്കിയേ. അപ്പോൾ ഇതാ പൂരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര ഭംഗിയാന്ന് നോക്കി ഇത് കാണാൻ. ഇത് ഹെൽത്തിയുമാണ്, കളർഫുള്ളുമാണ്, നല്ല സൗന്ദര്യമുള്ള പൂരിയാണ്. കണ്ടോ, അപ്പം സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എന്തെങ്കിലും സാധനം മേടിക്കുമ്പോൾ അവർ കളറിന് വേണ്ടി കളർ പൊടിയാണ് ചേർക്കുന്നത്, അല്ലെ കളർ ലിക്വിഡ്. ഇതാകുമ്പം ബീട്രൂട്ടും പാലക്കും ഇത് രണ്ടും ഹെൽത്തി ആയിട്ടുള്ള മാത്രമേ ചേർത്തിട്ടുള്ളൂ. പക്ഷേ എത്ര ഭംഗിയായിട്ടാന്ന് നോക്കി, കളർഫുള്ളുമാണ്. പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഒരു അടിപൊളി പലഹാരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.